ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. സാർ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ കഴിഞ്ഞത്. എന്റെ ഡിഗ്രി അതാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ കോളേജിൽ ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി കിട്ടി. അങ്ങനെ 2 വർഷക്കാലത്തോളം ആ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ദൈവം കൊണ്ടു തന്നു. അങ്ങനെ 2 വർഷക്കാലം കൊണ്ട് തന്നെ എന്താണ് ഒരു കോർപ്പറേറ്റ് ലൈഫ്, എന്താണ് അവിടുത്തെ പ്രഷർ, ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ 2 വർഷക്കാലം തൃശ്ശൂരും പത്തനംതിട്ട അങ്ങനെ വ്യത്യസ്ത ജില്ലകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് കിട്ടാവുന്ന ടെൻഷന്, പ്രഷർ, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമുക്കൊരു സാലറി അവർ തരുന്നു, ആ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ട കഴിവുകളോ അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യലോ പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു മേഖലയിലായിരിക്കും മിക്കവാറും നമ്മൾ വർക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ലേ നമ്മൾ തൊഴിൽ മേഖലയിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഞാൻ ജോലി 2 വർഷത്തോളം ജോലി റിസൈൻ ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ എംടെക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് എംടെക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് എംടെക് ചെയ്തത്. അങ്ങനെ എംടെക് ചെയ്ത ഉടനെ തന്നെ ആ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അങ്ങനെ ആ കോളേജിൽ 2016 മുതൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ വേറൊരു ഭാഗ്യം കൂടി കിട്ടി. ചെറുപ്പകാലം തൊട്ട് തന്നെ റേഡിയോ കേൾക്കുന്ന ശീലമായിരുന്നു. വീട്ടിലായാലും അച്ഛനും അമ്മയൊക്കെ രാവിലെ 5:55 ആകുമ്പോഴത്തേന് റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റേഡിയോ ഓൺ ആക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ റേഡിയോ കേൾക്കുമ്പോൾ റേഡിയോയിൽ ഒരു അനൗൺസർ ആവണം, അല്ലെങ്കിൽ റേഡിയോയിൽ എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അറിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഭാഗ്യം ഏകദേശം 2016 തന്നെ സംഭവിച്ചു. ഇങ്ങനെ ആകാശവാണിയിൽ ഇങ്ങനെ പുതിയ അനൗൺസേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു പരസ്യം കണ്ടിട്ട് അങ്ങനെ ആകാശവാണിയിലേക്ക് പോയി. അവിടുത്തെ ഓഡീഷനും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പാസ്സായി അവിടെ കാഷ്വൽ അനൗൺസറായിട്ട് ജോലി കിട്ടി. അങ്ങനെ കോളേജും ആകാശവാണിയൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കംഫർട്ട് സോണിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് 2017 സമയത്ത് എന്റെ സുഹൃത്ത് മുഖാന്തരം ഈ ഒരു അവസരം പരിചയപ്പെടുന്നത്. അപ്പം എന്റെ സ്റ്റാറ്റസ് എന്താണ്? ഞാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ആകാശവാണിയിലെ അനൗൺസറാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ സോപ്പും പേസ്റ്റും വിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി തന്നെ സുഹൃത്തിനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. നമ്മുടെ എല്ലാം ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. നമ്മൾ ഇത്രയും കാലം എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ആ മേഖലയിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വഴി തിരിച്ചു വിടാനോ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. നമ്മളൊക്കെ കംഫർട്ട് സോൺ എവിടെയാണോ അവിടെ സ്ഥിരമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് സുഖമാണ്. വീടിന്റെ അടുത്ത് തന്നെയാണ് കോളേജ് വരുന്നത്. ഡെയിലി രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്താം. അതേപോലെ തന്നെ ആകാശവാണിയിലേക്ക് പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം സുഖമായിട്ട് പോകുന്ന സമയത്ത് സുഹൃത്ത് വന്നപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. അങ്ങനെ പക്ഷെ സുഹൃത്ത് നിർബന്ധിച്ചു, ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് STC റാങ്കിൽ വർക്ക് ചെയ്യുന്ന ശരത്ലാൽ സാറാണ്. എന്റെ നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹമാണ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് സുഹൃത്തിന് വേണ്ടി കുറച്ച് പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്തു എന്നല്ലാതെ ബിസിനസിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി വെച്ചു. പക്ഷെ ഇതൊക്കെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പാടുവോ, എന്താണ് ആയുഷ് എന്നുള്ള കാര്യങ്ങളൊന്നും അന്ന് അറിയില്ലായിരുന്നു. ആ അറിവില്ലായ്മ കൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഒഴിവാക്കി വിട്ട് പതിവ് പോലെ തന്നെ കോളേജും ആകാശവാണിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അല്ലെ, 2020 കൊറോണ വന്ന സമയത്ത് നമ്മളൊക്കെ എന്തായി, വീട്ടില് ലോക്കായി. നമ്മള് വീട്ടില് ഇരുന്നു കൊണ്ടുള്ള ജോലികളും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടും ആരോഗ്യത്തെ കുറിച്ചിട്ടും ഒക്കെ ചിന്തിച്ചു തുടങ്ങി. അല്ലെ, ആ 2 വർഷക്കാലം കൊറോണ വന്ന സമയത്ത് ഇപ്പം SP ബാലസുബ്രഹ്മണ്യം, സുഗതകുമാരി, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ മരിച്ചുപോയി. അല്ലെ, അവരൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ടോ ചികിത്സ കിട്ടാത്തത് കൊണ്ടോ ഒന്നും അല്ലല്ലോ മരിച്ചുപോയത്. അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയി. ആ സമയത്താണെങ്കിൽ പേപ്പറിലും TV-യിലൊക്കെ നോക്കുന്ന സമയത്ത് ആയുഷിനെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തില് പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി.
അല്ല, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാലയളവായിരുന്നു ആ 2 വർഷം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുക എന്നുള്ളതല്ല. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക, ആരോഗ്യമുള്ള ഏറ്റവും വലുത്, ജീവനോടെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെ? നമ്മളിപ്പോ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ബോധമുള്ളതും എല്ലാം അറിയുന്നതും കാര്യങ്ങളൊക്കെ, അല്ലെ? അതില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു അറിവില്ല, ഒരു ബോധവും ഇല്ല, അല്ലെ? അപ്പോൾ ജീവനോടെ ഇരിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതിനെ കവിഞ്ഞ്, അതിനേക്കാൾ കവിഞ്ഞിട്ട് വേറെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണെന്നുള്ള ബോധം വന്ന സമയത്ത് ഇങ്ങനെ ആരോഗ്യത്തിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. കുറെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞാൻ എന്നെ കുറിച്ചിനെ വിലയിരുത്തിയ സമയത്ത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് മൈഗ്രെയിൻ എന്നുള്ള ഒരു പ്രശ്നം, തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ സമയത്ത്, കൊറോണ സമയത്ത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മൈഗ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പല തകരാറുകളുടെയും ഒരു ലക്ഷണമായിട്ട് പുറത്തു വരുന്നതാണ്. നമ്മുടെ ശരീരത്തിനെ റെസ്റ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തലവേദന, അല്ലെ? തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കുകയും അല്ലെ, ഛർദി ഉണ്ടാവും ചില ആൾക്ക്. എനിക്കാണെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള ഛർദിയായിരുന്നു. രാത്രി ഒരു 10-30 തവണയൊക്കെ ഛർദിക്കുന്ന ലെവലിലായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ. അത് മൈഗ്രെയിൻ എന്ന തീവ്രമായിട്ടുള്ള ഒരു സിംറ്റംസോട് കൂടിയിട്ടാണ് എനിക്ക് വരാറ്. കണ്ണൊക്കെ ഇങ്ങനെ ബ്ലേഡ് ആയിട്ട്, കണ്ണ് കാണാൻ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കൈയും കാലൊക്കെ മരവിപ്പ് പോലെ, തരിപ്പ് പോലെ വരും. അത് കഴിഞ്ഞാൽ ആകെ ഒരു ബോധമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ അപസ്മാരം പോലത്തെ പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടില് അച്ഛനും അമ്മയൊക്കെ ട്രീറ്റ്മെന്റിനായിട്ട് ബേബി മെമ്മോറിയലും പല സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് പ്രദീപ് കുമാർ എന്നൊരു ഡോക്ടറുണ്ട്, ബേബി മെമ്മോറിയലിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരെ ഇത് ഒരു ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ അത് ഫിറ്റ്സ് പോലത്തെ പ്രശ്നം ആവാം എന്നുള്ള ചാൻസിൽ അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ്സ്, കുറെ അലോപ്പതി മെഡിസിൻസ് തന്നു. പക്ഷെ ഈ മെഡിസിൻസ് കഴിക്കുമ്പോൾ ഒക്കെ വീണ്ടും വീണ്ടും എനിക്ക് ഗ്യാസ് ട്രബിൾ വല്ലാണ്ട് കൂടുക, അത് കാരണം വീണ്ടും മാസത്തിൽ 1-2 തവണ മൈഗ്രെയിൻ വരിക എന്നുള്ള കണ്ടീഷൻ തന്നെ തുടർന്നുകൊണ്ട് പോവുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ വയറിലെ ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളായിരുന്നു ഈ മൈഗ്രെയിനിലേക്ക് വഴി കാണിച്ചിരുന്നത്. മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള കാരണം അതായിരുന്നു. പലർക്കും പല കാരണങ്ങളായിരിക്കും. ചിലർക്ക് ഓവർ ടെൻഷൻ, പ്രഷർ, അങ്ങനത്തെ സിറ്റുവേഷൻസിലായിരിക്കാം. ചിലർക്ക് ഓവറായിട്ട് വെയില്, അങ്ങനത്തെ സ്ട്രെയിൻ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു, കുട്ടിക്കാലം മുതലേ ബേക്കറി ഐറ്റംസ്, പലഹാരങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മിക്കവാറും ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ബേക്കറി ഐറ്റംസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു ഭക്ഷണ സമ്പ്രദായമാണ് ഈ ബേക്കറി ഐറ്റംസ്, വറുത്തതും പൊരിച്ചതും, പിന്നെ പൊറോട്ട പോലത്തെ ഐറ്റംസ്, പപ്സ് പോലത്തെ ഐറ്റംസ്. ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് സ്നേഹത്തോടെ, ഇഷ്ടത്തോടു കൂടി അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, അല്ലെ? ഒരു മിഠായി കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ കലോറി ഫാറ്റും ഷുഗറും മാത്രമാണ് ശരീരത്തിലേക്ക് കയറുന്നത്. ഹൈ കലോറി ഫാറ്റും ഷുഗറും. ഇത് കുട്ടികൾക്ക് ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾക്ക് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറിനൊക്കെ കാരണമായിട്ട് മാറും. നമ്മൾ കുട്ടികളെ കൊല്ലുന്നതിന് തുല്യമാണെന്നുള്ള ഓർക്കുക. നിങ്ങൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മിഠായികളും ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസ് ഒരുപാട് വാങ്ങിക്കൊടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ സ്നേഹത്തോടെ എല്ലാ കുട്ടിക്ക് ചെയ്യുന്ന കാര്യം കുട്ടിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നത് കുട്ടികൾക്ക്. ഞാനൊക്കെ വീട്ടില് മക്കൾക്കൊന്നും അങ്ങനത്തെ ബേക്കറി ഐറ്റംസോ കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കാറില്ല. പക്ഷെ പുറമേ നിന്നുള്ള വരുന്ന ആളുകൾ മറ്റൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ മാക്സിമം കഴിയുന്നത് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കുക, ആളുകളിലേക്ക് ഇത് ബോധവൽക്കരിച്ചു കൊടുക്കുക. അപ്പൊ എന്റെ ശീലം എന്ന് പറഞ്ഞാൽ, കുട്ടിയായിരുന്ന സമയത്ത് 2 പോക്കറ്റിൽ നിറയെ കായ വറുത്തതും ചിപ്സും ഒക്കെ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമായിരുന്നു. അതേപോലെ തന്നെ പലഹാരങ്ങളാണെങ്കിൽ ഇപ്പം രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇഡ്ഡലി കൊണ്ടുപോകും, രാത്രി വൈകിട്ട് വീട്ടിലേക്ക് വന്നാലും ഇഡ്ഡലി കഴിക്കും. അങ്ങനെ 3 നേരം പലഹാരങ്ങൾ മാത്രം എന്നുള്ള ലെവലിലുള്ള ഒരു ഭക്ഷണ രീതി കൊണ്ട് തന്നെ ഒരു ഫാറ്റ് ലിവർ പോലത്തെ പ്രശ്നം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ മൈഗ്രെയിൻ വരാൻ തുടങ്ങി. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കുമ്പോൾ എന്താ, വയറിലെ കേടുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് വയറ് റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. ഇതിപ്പം അലോപ്പതിയിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും ഇതേ സമയം ഒരു രാത്രി മുഴുവൻ ഛർദ്ദിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മാറുന്ന സ്ഥിതി ഞാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, ആയുഷിന്റെ പ്രൊഡക്ട്സ് എല്ലാം എന്തിനാ, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞു, ലിവഗെയിൻ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പൊ ഞാൻ അവനെ വിശ്വസിച്ച് ഒരു 3 മാസക്കാലം തുടർച്ചയായിട്ട് ലിവഗെയിൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് എന്നിൽ ഉണ്ടാക്കിയിട്ട മാറ്റമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ ബിസിനസ്സിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി ഒക്കെ നന്നായിട്ടും
കുറഞ്ഞു. അതിനുശേഷം പിന്നെ മൈഗ്രെയിൻ എന്നുള്ള ഒരു പ്രശ്നമേ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഈ പ്രൊഡക്ട്സുകളിലെ വിശ്വാസം വന്നു. പിന്നീട് കൊറോണയ്ക്ക് കഴിഞ്ഞ് 2021 22 ആയ സമയത്ത് കോളേജ് ഓപ്പൺ ആയ സമയത്ത് ഞാൻ കോളേജിലുള്ള സ്റ്റാഫുകൾക്ക് ഈ പ്രൊഡക്ട്സുകളൊക്കെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ സ്റ്റാഫുകൾക്ക് അറിയാലോ, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളാണ്. അപ്പൊ 1-2 മിസ്സുമാർക്ക് രക്തത്തിന്റെ കുറവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫീലിംഗ് ആൻഡ് സിറപ്പ് കൊടുത്തപ്പോ 1-2 ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും അവർക്ക് നല്ല റിസൾട്ട്, 12ന്റെ മുകളിൽ കൗണ്ട് കിട്ടി, നല്ല റിസൾട്ട് കിട്ടി. പിന്നെ വേറൊരു മിസ്സിന് ആസ്മയുടെ വലിവിന്റെ പ്രശ്നമായിരുന്നു. ശ്വാസം മുട്ടല് കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ അവര് രാവിലെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വലിവോട് കൂടിയിട്ടാണ് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആയുശ്വാസ് എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അങ്ങനെ അവർ ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്തു. പിന്നെ അടുത്ത ആഴ്ച ഭർത്താവിനോട് സംസാരിക്കുന്ന സമയത്ത് വളരെ ഫ്ലുവന്റ് ആയിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ അത്ഭുതം, ഇവർക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റിയത്. അപ്പോ അവരുടെ ഹസ്ബൻഡിന്റെ ഉമ്മയ്ക്കും ഇതേ പ്രശ്നമായിരുന്നു. കുറെ കാലങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. ആസ്മ പോലത്തെ പ്രശ്നങ്ങൾക്ക് ഇൻഹേലർ പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവരുടെ ഡോക്ടർ പറഞ്ഞു പോലും, ഇനി നിങ്ങൾ ഇൻഹേലർ ഉപയോഗിക്കേണ്ട, നിങ്ങളുടെ ലങ്സ് ഒക്കെ ദ്രവിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അലോപ്പതി ഒരുപാട് കാലം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഡോക്ടർ പോലും അങ്ങനെ പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മുടെ ആയുശ്വാസ് കൊടുത്തു, അവർക്കും നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ കുറെ ആയുശ്വാസ് കൊടുത്തു. പിന്നെ നമ്മുടെ കോളേജിൽ തന്നെ വേറൊരു മിസ്സിന്റെ ഹസ്ബൻഡിന് അവര് PK സ്റ്റീൽസിലെ പ്രൊഡക്ഷൻ മാനേജറാണ്. അവർക്ക് സ്റ്റീലിന്റെ പ്രൊഡക്ഷന്റെ ഹീറ്റൊക്കെ കാരണം സ്കിന്നിൽ ഭയങ്കര അലർജി പ്രശ്നങ്ങൾ, ചൊറിച്ചില് വട്ടച്ചൊറി പോലെ സ്കിന്നിൽ മുഴുവൻ പാടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുറെ കാലം അലോപ്പതി കഴിച്ചിട്ടും മാറ്റം ഞാൻ നമ്മുടെ കവചപ്രാശി 95 ആന്റിലർജി ഇതൊക്കെ റെക്കമെൻഡ് ചെയ്ത് അവരതും ഒരു 3 മാസം ഉപയോഗിച്ചിട്ടും അവർക്കും നല്ല രീതിയിൽ മാറ്റം, നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നന്നായിട്ട് വരാൻ തുടങ്ങി. അതിൽ അവർക്ക് വിശ്വാസം വന്ന് അവര് തമിഴ്നാട് സ്വദേശികളായിരുന്നു. അപ്പൊ സേലം പൊള്ളാച്ചി സൈഡിലൊക്കെ അവിടെ നിന്നൊക്കെ ഒരു 1-2 ലക്ഷത്തിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ പതുക്കെ നല്ല രീതിയിൽ ഇത് പ്രൊഡക്ട്സിൽ പോകുന്നുണ്ട് എന്നുള്ള വിശ്വാസം വന്നോട് കൂടിയിട്ട് ഇവിടെ നമുക്ക് ആ റിസൾട്ടിന്റെ കാരണം കൊണ്ട് പതുക്കെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ നമ്മുടെ RTP, LTP പോലത്തെ പ്രോഗ്രാംസുകളും റെസിഡൻഷ്യൽ ട്രെയിനിങ്സും ഒക്കെ കിട്ടിയ സമയത്താണ് ഈ ഒരു ബിസിനസിന്റെ യഥാർത്ഥ വലിപ്പം എനിക്ക് മനസ്സിലായത്. ഇത്രയും കാലം ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതിരുന്ന എനിക്ക് മനസ്സിലായി, ഒരു തിരിച്ചറിവുണ്ടായി എന്ന് വേണം പറയാം. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് തിരിച്ചറിവിന്റെ ഒരു ബിസിനസ്സാണ്, അല്ലെ? നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിലെ അറിവുകളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. ആ ഒരു അവസരം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അല്ലാതെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ അതേ ചിന്താഗതി കൊണ്ടും മാനസികാവസ്ഥ കൊണ്ടും ഒരിക്കലും നമുക്കൊരു ഡയറക്ട് സെല്ലർ ആവാനോ നെറ്റ്വർക്ക് മാർക്കറ്റർ ആവാനോ അതിൽ വിജയിക്കാനോ സാധിക്കില്ല. അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഇത് ഒരുപാട് ആളുകളെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾക്ക് നല്ല മികച്ച ആരോഗ്യം കൊടുക്കാനുള്ളതും അവർക്ക് ഏറ്റവും നല്ല വരുമാനം എത്തിക്കാനുള്ള ഒരു മേഖലയാണെന്നും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തൊഴിൽ മേഖലയായിട്ട് മാറുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞ 2023 ഈ ബിസിനസ്സിനെ ശക്തമായിട്ട് ഏറ്റെടുത്തതിന്റെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ഇന്നിപ്പം ATC റാങ്ക് കഴിഞ്ഞ് ZTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനെ എത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഏത് തൊഴിൽ മേഖലയിലായിക്കോട്ടെ, നിങ്ങളിപ്പോ ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ ആ മേഖലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് കാലം പഠിക്കണം അതിനെക്കുറിച്ച്, അല്ലെ? ഒരു ഡോക്ടർ ആണെങ്കിൽ 5 വർഷക്കാലം നമ്മൾ പഠിക്കുന്നുണ്ട്. 5 വർഷമല്ല, ബേസിക്കലി LKG തൊട്ടിട്ട് പോവുകയാണെങ്കിൽ 12, 17, 20, 10-20 കൊല്ലക്കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ കോഴ്സ് മാത്രം ഉണ്ട് 4 വർഷം, അല്ലെ? അതുവരെ +2 വരെ പഠിക്കുന്നത് വേറെയും, അല്ലെ? 12, 4, 18 അതും ഉണ്ട്, ഒരു 10-20 കൊല്ലം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം പഠിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മളൊരു തൊഴിൽ നേടുന്നതും ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഡയറക്ട് സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ്, സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടി അല്ല, അല്ലെ? നമുക്കിവിടെ എത്രയാ മാക്സിമം കമ്പനി തരുന്നത്? ആഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ ഒരു ദിവസം 30,000 രൂപ ഒരു ദിവസം വരുമാനം മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ്. ഇന്നിപ്പോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആരും മേടിക്കുന്നതിനേക്കാൾ വലിയ വരുമാനമാണ്, അല്ലെ? മാസം 8,40,000 വരെ ഒരു സിംഗിൾ ഐഡിയിലൂടെ നമുക്ക് മേടിക്കാനുള്ള അവസരമാണ് കമ്പനി തന്നിട്ടുള്ളത്.
അപ്പൊ ഇത്രയും വലിയൊരു അവസരത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് എത്ര തീവ്രമായിട്ട് എത്ര നമ്മൾ പഠിക്കണം അല്ലെ? ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മള് ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും വലിയ ആളുകൾ പഠിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് കാണണം. അവരെക്കാളും വലിയ വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് എത്രമാത്രം പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം മാറ്റങ്ങൾക്ക് തയ്യാറാവുന്നുണ്ട് അല്ലെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത് ലോട്ടറി അല്ല, വന്നു കയറി എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന അവസരമോ അല്ലെങ്കിൽ വെറുതെ നിന്ന പൈസ ഉണ്ടാക്കുന്ന പരിപാടിയോ ഒന്നുമല്ല. ഇവിടെ നല്ല കഴിവും നല്ല എക്സ്പീരിയൻസും നമ്മൾ നല്ല അറിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ശക്തമായിട്ടുള്ള ഒരു മെന്റാലിറ്റി, ഇവിടെ ബേസിക്കലി വേണ്ടത് ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെ? വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമുക്കില്ല. ഏതൊരാൾക്കും ഒരു 5000 രൂപയുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും എന്താവാം, വരുമാനം മേടിക്കാനുള്ള എലിജിബിലിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഇന്നിപ്പം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ടൗണിൽ കറങ്ങി വന്ന ഒരു ദിവസം 5000-ലും കൂടുതൽ രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും അല്ലെ? ഫാമിലി ആയിട്ട് ഒന്നിച്ച് ഒരു ട്രിപ്പ്, ചെറിയൊരു യാത്ര, ഒരു ദിവസത്തെ യാത്ര പോയി വന്നാൽ പോലും 5000-ലും കൂടുതൽ നമുക്ക് എന്തായാലും ചെലവാകും, സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. നമ്മളെന്ത് ചെയ്താൽ മതി, ആ സൂപ്പർ മാർക്കറ്റിലോ മറ്റു ഷോപ്പിലോ കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ഇവിടെ നമ്മുടെ കമ്പനി തരുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഒന്ന് വാങ്ങി ഉപയോഗിക്കാൻ അല്ലെ? അത്രേ ചെയ്യേണ്ടതുള്ളൂ. ആ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് ജീവിതം മുഴുവൻ വരുമാനം മേടിക്കാവുന്ന വലിയൊരു അവസരം കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ അത് തന്നെയായിരിക്കാം ഇതിന്റെ ഒരു നെഗറ്റിവിറ്റി അല്ലെ? ആളുകൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. നമ്മൾ ഇതിനെ ഒരു 50 ലക്ഷമോ 1 കോടിയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ബിസിനസ് അവസരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേ സീരിയസ്നെസ്സോട് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 3-4 വർഷം കൊണ്ട് തന്നെ വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് വലിയ ലെവലിലേക്ക് മാറാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. അപ്പം അതിന് വേണ്ട ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടോ അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയൊക്കെ നേടാനുള്ള അർഹതയുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിന് പ്രാപ്തനാണോ, ഞാൻ ഇതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇത് അവർക്ക് വരുമാനം കിട്ടുന്ന പരിപാടിയാണ്, ഇത് ലീഡേഴ്സിന് വരുമാനം കിട്ടുന്ന പരിപാടിയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ സത്യമാണ്, ഇത് ലീഡേഴ്സിനും ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മുന്നിൽ നടക്കുന്ന ആളുകൾക്കും വരുമാനം കിട്ടുന്ന മേഖല തന്നെയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളും ഒരു ലീഡറായിട്ട് മാറുക, നിങ്ങളും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണം. അപ്പൊ അതിന് വേണ്ട ഡെയിലി എഡ്യൂക്കേഷൻ അല്ലെ? ഇപ്പോ ഇത് ഉമർ ഉസ്താദിന്റെ ഗ്രൂപ്പിൽ അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് ഉമർ ഉസ്താദ് ഉണ്ട് അല്ലെ? ഏത് മേഖലയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഏതൊരു സാധാരണക്കാരനും വിജയിക്കുക എന്നുള്ളത് തെളിയിച്ച് തന്നിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്രയും ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതൊരാൾക്കും അയാളുടെ ക്വാളിഫിക്കേഷൻസോ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ കുടുംബ മഹിമയോ ഒന്നും, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാണോ, മനസ്സിലാക്കാൻ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ്. അപ്പം ഒരുപാട് ലീഡേഴ്സ് നമുക്ക് മുന്നിൽ ഇത് തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ബിസിനസ് ആണ് അല്ലെ? പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? തത്വം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം സയൻസിൽ പറയുന്നതാണ് പ്രിൻസിപ്പിൾസ്. ഇപ്പൊ ഗുരുത്വാകർഷണം അല്ലെ? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാലും അത് താഴേക്ക് വീഴും അല്ലെ? ഒരിക്കലും മുകളിലേക്ക് പോവില്ല. അതൊരു തൂവലാണെങ്കിലും കല്ലാണെങ്കിലും പഴമാണെങ്കിലും എന്താണെങ്കിലും അത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാലും അമേരിക്കയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാലും അന്റാർട്ടിക്കയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാലും എവിടുന്ന് ഒരു വസ്തു താഴേക്ക് ഇട്ടാലും അത് ഭൂമിയിലേക്ക് വീഴും. അതൊരു പ്രിൻസിപ്പിളാണ്. അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ് അല്ലെ? അതിനാണ് പ്രിൻസിപ്പിൾ ആണ്. അതിന് ഏത് ദേശമെന്നോ അല്ലെങ്കിൽ സ്ഥലമെന്നോ ഏത് ഭാഗത്താണ് ഏത് ടെമ്പറേച്ചറിലാണ് എന്നൊന്നും വ്യത്യാസമില്ല. അത് അങ്ങനെ സംഭവിക്കും അല്ലെ? അതാണ് ഗുരുത്വാകർഷണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതേപോലെ ഇതും ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ബിസിനസ് ആണ്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ഈ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതിൽ ആദ്യം വിശ്വാസം വേണം. ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണോ, ഇത് ചെയിനാണോ, ഇതെന്താന്നുള്ളൊരു വിശ്വാസം. ഇത് ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, മലേഷ്യയും ജപ്പാനെയൊക്കെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ്. നിങ്ങൾ ഇന്റർനെറ്റിലൂടെയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്നുള്ളത്. ഇനി അങ്ങോട്ട് അല്ലെ, ഓരോ കാലഘട്ടത്തിലും ഓരോ ബിസിനസ് അവസരങ്ങളായിരിക്കും ഉണ്ടാവാം. അപ്പം ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആമസോണും ഫ്ലിപ്കാർട്ട് പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്ന സമയത്ത് അല്ലെ, തുടക്ക സമയത്ത് വന്നപ്പോ എന്തായിരുന്നു സ്ഥിതി? ഓൺലൈനിലൂടെ വാങ്ങിയ ഫുള്ള് തട്ടിപ്പായിരിക്കും അല്ലെ? ആർക്കും ഒന്നും നല്ല സാധനം കിട്ടില്ല, അവിടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ഇത്രയും കാലം ഒരു കടയിൽ പോയിട്ട് തൊട്ട് നോക്കി മണത്ത് നോക്കി അല്ലെ കുലുക്കി നോക്കിയിട്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഇത് അതൊന്നുമില്ലാതെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലെ സ്ക്രീനിൽ നോക്കിയിട്ട് ഓരോരോ സാധനങ്ങൾ കാണുക, അത് നമ്മൾ വാങ്ങുക. ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് ഇതിൽ എന്താണ് വിശ്വാസ്യത എന്ന് നമ്മൾ എല്ലാവരും സംശയിച്ച് ഇരുന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇന്നെന്താ സ്ഥിതി? ഇന്ന് ലോകത്ത് ഓരോ മുക്കിലും മൂലയിലുള്ള ആളുകൾ വരെ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒരു കടയിൽ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും വിശ്വാസ്യതയോട് കൂടിയിട്ട് ആളുകൾ വാങ്ങുന്നത് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗ് പ്ലസ് ഇ കൊമേഴ്സ്, അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇന്ത്യ ഷോപ്പിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കമ്പനി തന്നിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരിട്ടിട്ടാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഇവിടെ സച്ചിനും ധോണിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് കുട്ടികൾക്കും മക്കൾക്കും ബൂസ്റ്റ് വാങ്ങിക്കൊടുക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന വ്യക്തികളാണ് ആരൊക്കെ? സച്ചിനും ധോണിയൊക്കെ. അവര് ടി വിയിൽ വന്നിട്ട് എന്താ പറയുന്നത്? ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. സച്ചിനും ധോണിയൊക്കെ ബൂസ്റ്റ് കഴിച്ചിട്ടാണ് എനർജി കിട്ടിയത്. അവര് പച്ചക്കള്ളാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ ഐശ്വര്യ റായ് ലക്സ് സോപ്പിന് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ലക്സ് സോപ്പ്, ഇതൊക്കെ നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡക്ട്സുകളൊക്കെ കടയിൽ പോയിട്ട് വാങ്ങുന്നത്. ഇവർക്ക് എന്താണ്? 50 കോടി 100 കോടിയൊക്കെയാണ് ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ലെവലിൽ ഇവർക്ക് വരുമാനം കൊടുക്കുന്നത്. 50 കോടി 100 കോടിയൊക്കെ ഓരോ പ്രൊഡക്ട്സിന്റെ മുകളിൽ കിട്ടും. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ 40 മുതൽ 60% പോകുന്നത് ഇത്തരത്തിലുള്ള ഓൾറെഡി കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ചൂഷണം തന്നെയാണ് അല്ലെ. ഒരു രാജ്യം വികസിതമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അംബാനി, അദാനി ഇങ്ങനെ വലിയ കോടീശ്വരന്മാര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സാധാരണക്കാരന്റെ കയ്യിൽ വലിയ വരുമാനവും വലിയ ഇൻകംസ് എത്തുന്ന സമയത്താണ് എന്താവുക? രാജ്യം വികസിക്കുക. സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തണം. അപ്പൊ അതിന് ഇന്ന് സർക്കാർ നോക്കുന്ന സമയത്ത് 2014 മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ട് ഇതിന് ലീഗാലിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇനി അങ്ങോട്ടൊരു ബൂമിംഗ് ആണ്, ഒരു കുത്തൊഴുക്കാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അപ്പം അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് കാല് വെക്കാനുള്ള ഒരു ഭാഗ്യം അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ നിങ്ങളൊരു വിജയിയാണ്. എത്രയോ ആളുകൾ ചുറ്റിലും ഉണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഇത് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായല്ലോ. അപ്പൊ തന്നെ നിങ്ങളൊരു വിജയിയായിട്ട് മാറിക്കഴിഞ്ഞു. ഒരുപാട് കോടിക്കണക്കിന് ആളുകളിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള, ഈശ്വരൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇന്ന് ഇപ്പൊ ഈ മോർണിംഗ് മീറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ ദൈവം വിജയിക്കാനുള്ള അവസരം കൊണ്ടുവന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുക, നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഇത് ചെയ്യണം. ഇത് ചെയ്യാതെ ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മളെ വിജയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ കൈകളിലാണ്. നിങ്ങൾക്ക് ഈ ലോകത്തൊരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാറാൻ തയ്യാറാണ്. നിങ്ങൾ സ്വയം മാറുക. മാറി നിങ്ങൾ കാണിച്ചു കൊടുത്താലാണ് നിങ്ങളുടെ കൂടെ വരാൻ ആളുകൾക്ക് ആവേശം ഉണ്ടാവുക, നിങ്ങളുടെ കൂടെ വരാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക. നിങ്ങളുടെ മാറ്റമാണ് പ്രധാനം. അപ്പൊ നിങ്ങളെ എന്തൊക്കെയാണ് ഇവിടെ മാറ്റം കാണിച്ചു കൊടുക്കേണ്ടത്? ആദ്യം നമ്മുടെ പേഴ്സണാലിറ്റിയിലെ മാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പേഴ്സണാലിറ്റിയിലെ മാറ്റം നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുക? ഇത്രയും കാലം നിങ്ങൾ നടന്ന പോലെ നടന്നാൽ മതിയോ? പോരാ. നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ തന്നെയാണ് ആദ്യം അല്ലെ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ നമ്മളെങ്ങനെ ആളുകൾ നോക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കാഴ്ചയിൽ മാറ്റം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. മറ്റുള്ളവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഡ്രസ് കോഡ് കൊണ്ടുപോയാൽ തന്നെ ആ ഡ്രസ് കോഡിൽ തന്നെ ആളുകൾക്ക് എന്ത് തോന്നും അല്ലെ. ഓരോന്നിനും ഓരോ പ്രശ്നം, ഓരോ ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു നേഴ്സ് അല്ലെ, നമ്മൾ കാണുമ്പോൾ എന്താ, സാധാരണ എല്ലാ നേഴ്സുമാരും നല്ല വെള്ളയും ഡ്രസ്സ് ഇട്ട് ഏറ്റവും മനോഹരമായിട്ട് മലാഖയെ പോലെയാണ് വരുന്നത് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന സമയത്ത് ഒരു മാക്സി ഇട്ടിട്ട് ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ കുത്താൻ വന്നാല് നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെ. ഏതോ ഒരു പെണ്ണ് അടുക്കളയിൽ നിന്ന് വന്നിട്ടാണോ ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്നുള്ള ചിന്തയില്ല നിങ്ങൾക്ക് വരിക. അപ്പൊ അതൊന്ന് മാറിയിട്ടുണ്ടാണോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളയും ഡ്രസ്സ് ഇട്ട് വന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നത്? അവരൊരു നേഴ്സാണ്. ഒരു ഡോക്ടർ ആണെങ്കിൽ അതുപോലെ അല്ലെ, ഒരു കോട്ടൊക്കെ ഇട്ട് വന്ന് സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് വരുമ്പോഴാണ് അയാൾ ഒരു ഡോക്ടറാണ്. അതാണ് ഡ്രസ് കോഡിന്റെ ഇമ്പോർട്ടൻസ് വന്നാൽ. ഇപ്പൊ ഒരു പോലീസുകാരൻ ലുങ്കി എടുത്ത് വന്നിട്ട് നമ്മളടുത്ത് ഇന്നത് ചെയ്യരുത് അന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും? ഇല്ല. അവര് ആ ഒരു യൂണിഫോമിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നു നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് അവരോട് റെസ്പെക്റ്റും അവർ ചെയ്യുന്നില്ല. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് കിട്ടാവുന്നതിൽ വരുമാനം മേടിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മേഖലയിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്.
അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സംസാര രീതി, ഇതിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ആദ്യം ആളുകൾ നോട്ടീസ് ചെയ്യുക, അല്ലെ? നമ്മൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ കണ്ണിലെ കോൺഫിഡൻസ്, നമ്മൾ സംസാരിക്കുന്ന രീതി, ഇതൊക്കെയാണ് ആളുകൾ ആദ്യം നോട്ടീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാറ്റം അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്ട്സുകൾ, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത്രയധികം ഏകദേശം 150-200ഓളം വരുന്ന പ്രൊഡക്ട്സുകൾ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെ? ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 80% പ്രൊഡക്റ്റുകളും നിർബന്ധമായിട്ട് ഓരോ വ്യക്തിയും ഉപയോഗിക്കേണ്ട പ്രൊഡക്ട്സുകളാണ്. വെൽനസ് കാറ്റഗറി പ്രൊഡക്റ്റുകൾ, അല്ലെ? അസുഖം വന്നിട്ട് കൊടുക്കേണ്ട പ്രൊഡക്ട്സുകളല്ല, അസുഖം വരാതിരിക്കാൻ ഇന്ന് കൊടുക്കേണ്ട ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ രാവിലെ തൊട്ട് പേസ്റ്റ്, ബ്രഷ് മുതൽ നമ്മളെ ഉൽപ്പന്നം ഉണ്ട്, അല്ലെ? മാർക്കറ്റിലിനെക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. ഇത് നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേടിക്കാനും ഉപയോഗിക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അവരെ ഇത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടത് മാറ്റം നിങ്ങളിൽ തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ മാറാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പം ബി ദ ചേഞ്ച്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആയാലുള്ള പ്രത്യേകതയാണത്. എന്താണ് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വിജയിക്കാനുള്ള വഴി എന്താണ്? വിജയിക്കാനുള്ള മന്ത്രം അല്ലെങ്കിൽ വിജയിക്കാൻ ഒരു ഷോർട്ട് കട്ട് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അല്ലെ? വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഓൾറെഡി ചെയ്ത് വിജയിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സിസ്റ്റം, അല്ലെ? അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാതി, മത, വർഗഭേദ വ്യത്യാസമില്ല, ഒന്നുമില്ലാതെ ഏതൊരാളും ആ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ വിജയിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പൊ അത് ഫോളോ ചെയ്യാം. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അല്ല, ഇപ്പൊ ഈ മോർണിംഗ് മീറ്റ് ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെ? നമ്മൾ ദിവസവും രാവിലെ കൂടിയിരുന്നു കൊണ്ട് പല ആളുകളുടെ എക്സ്പീരിയൻസുകൾ കേൾക്കുക, നമ്മുടെ പ്രൊഡക്ട്സുകളുടെ റിസൾട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സിസ്റ്റമാണ്. GTS സെന്റർ, ഇന്ന് കോഴിക്കോട് GTS സെന്റർ ഉണ്ട്. അവിടെ തുടർച്ചയായിട്ട് GTSന് പങ്കെടുക്കുക എന്നുള്ളത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ അവസരം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യാം, ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെ? അവർക്ക് വേണ്ടിയിട്ട് വർക്ക് എടുക്കുക, ഫോളോ അപ്പ് ചെയ്യാം, ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഫോളോ അപ്പ് നിർബന്ധമാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ നോക്കിയാൽ മതി. ഒരാൾ പറഞ്ഞ ഉടനെ ചാടിക്കയറി നമ്മൾ ചെയ്തതാണോ? അല്ല, എത്രയോ തവണ, അല്ലെ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നത് 5-6 കൊല്ലക്കാലത്തെ ഫോളോ അപ്പിന്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അതേപോലെ നമ്മൾ ഓരോരുത്തരും ഫോളോ അപ്പിന്റെ ഫലമായിട്ടായിരിക്കാം ഈ ബിസിനസിനെ കുറിച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത്, ഏറ്റെടുക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ പറയുന്ന ആളുകളൊക്കെ ഒറ്റ തവണ പറയുമ്പോഴേക്ക് ഈ ബിസിനസ് മനസ്സിലാക്കണം, ഏറ്റെടുക്കണം, ബിസിനസ് നമ്മളെ പോലെ സീരിയസ് ആയിട്ട് ചെയ്യണം. അത് നടക്കുമോ? ഇല്ല. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ നോക്കുക. എത്രയോ കാലത്തെ ഫോളോ അപ്പും എത്രയോ കാലം സംശയിച്ച് മടിച്ചു നിന്നിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ആളുകളും. അപ്പൊ ഫോളോ അപ്പ് തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ കാരണം ഇത് ഏത് അവസരത്തിലാണ്, എങ്ങനെയാണ് ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മുടെ പ്രോഗ്രാംസ്. ഇത് 100% ഒരു പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണ്, അല്ലെ? ഇവന്റ് ബേസ്ഡ് ബിസിനസ് ആണ്. ഇവന്റുകൾ ഇപ്പം നിങ്ങൾ ഏതൊരു ഡയറക്ഷനിൽ ചെയ്യുന്ന ആളെടുത്തും പോയിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ എത്ര ഇവന്റുകൾ അല്ലെങ്കിൽ എത്ര പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ചോദിക്കുക. ആ പ്രോഗ്രാമുകളുടെ എണ്ണം കിട്ടിയാൽ മതി അയാളുടെ വളർച്ച ഇനി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് ലെവലിലേക്ക് അയാൾ പോകുന്നു തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കാരണം എത്രമാത്രം പ്രോഗ്രാമുകളും ഇവന്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ ആദ്യത്തെ ഒരു 2-3 വർഷക്കാലം പഠിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ മാറ്റിവെക്കണം. ഈ ഒരു ബിസിനസ് പഠിക്കാം. ആദ്യത്തെ 2-3 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്റെ 2-3 വർഷം ആവുന്നേ ഉള്ളൂ. ആ ഒരു സമയം പഠിച്ചുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ട് പഠിക്കുക. ആ സമയത്ത് എന്താവും? പതുക്കെ ടീമുകൾ കയറും, നമുക്ക് നല്ല കോൺഫിഡൻസ് വരും, നന്നായിട്ട് സംസാരിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മൾ മാറും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ഒരു 3-ാമത്തെ വർഷത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ ലെവലിലേക്കായിരിക്കും ഗ്രോത്ത് പോകാം, അല്ലെ? മൾട്ടിപ്ലിക്കേഷന്റെ പവർ അതാണ്, അല്ലെ? 1 2 ആവും, 2 4 ആവും, 4 8 ആവും. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വേറെ ഒരു മേഖലയിൽ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പം എനിക്കിപ്പോ കോളേജിൽ എത്ര കാലം വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെ? കുട്ടികളെ പഠിപ്പിക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അത് മാത്രം ചെയ്യുക എന്നുള്ള കൂടി അതിന്റെ ശമ്പളം മേടിക്കുക എന്നുള്ള അതിനുപരിയായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വരുമാനം കൊടുക്കാനോ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്താനോ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പം
ഒട്ടനവധിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെ? ഒരുപാട് പഠിച്ച് വലിയ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഈഗോ ആയിരിക്കും, അല്ലെ? ഇന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ, ഒരു ഐഡന്റിറ്റി വെച്ചിട്ടായിരിക്കും അവരൊക്കെ ജീവിക്കുക, അതല്ലാതെ വേറൊരു കാര്യം ചെയ്യില്ല. പക്ഷെ ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നങ്ങളുള്ള, ലക്ഷ്യങ്ങളുള്ള, അല്ലെങ്കിൽ കടബാധ്യതകളുള്ള, പ്രശ്നങ്ങളുള്ള, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു അവസരം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പിടിവള്ളിയാണ്, അവസാനത്തെ ബസ്സായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യുകയും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ഈ ബിസിനസിനെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ പോലും അറിയാത്ത ആളുകളായിരിക്കും ഓരോ ഏരിയയിൽ നിന്നും പുതുതായിട്ട് നമ്മുടെ ടീമിലേക്ക് കടന്നു വരിക, അല്ലെ? അവരായിരിക്കും, അവരിൽ തന്നെ ആരായിരിക്കും ബിസിനസ് ഏറ്റവും നന്നായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ കൊടുക്കുന്ന ആർക്കാണ്? നല്ല വ്യക്തികൾക്കാണ്, മനുഷ്യന്മാർക്കാണ് ഈ അവസരം കൊടുക്കുന്നത്. ഈ ഒരു വിവേകാനന്ദൻ പറഞ്ഞ കാര്യം, നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയിൽ. നമ്മളൊക്കെ എന്താണ്, ഓർഗനൈസേഷൻസ് എന്നാണ് കമ്പനി നമ്മൾ പറയുന്നത്, അല്ലെ? 2 ഓർഗനൈസേഷനാണ് കമ്പനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്, ഓർഗനൈസേഷൻ 1ഉം 2. ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ, അല്ലെ? ഒരു വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി മുഖാന്തരം വരുന്ന സെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പം ഓരോ വ്യക്തിയും ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പരിചയപ്പെടുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിക്കില്ല. അവരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അവരുടെ അതേ ഫീൽഡിലുള്ള, അതേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളുടെ എക്സ്പീരിയൻസ്, അതിനാണ് ഇവന്റ്സിന്റെ പ്രാധാന്യം. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തിനോട് എത്ര തവണ പറഞ്ഞാലും അവർക്കത് ക്ലിക്ക് ആയിക്കോളാം എന്നില്ല. പക്ഷെ അവര് ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ അതേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ, അവരുടെ അതേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസ്, അവർ ഈ ബിസിനസ് ഏറ്റെടുത്തതും അവർ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങളും കേൾക്കുന്ന സമയത്തായിരിക്കും അവരിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാം. അപ്പൊ ആ ഒരു തിരിച്ചറിവുകളാണ് ഈ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ നമ്മൾ ആർക്കോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു കടമയായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വലിയ ലെവലിലേക്ക് പോകില്ല. ആദ്യം നമുക്കറിയാം, ഇതിൽ വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല, അല്ലെ? ആഴ്ചയിൽ 450, 1000, 2000 എന്നുള്ള ലെവല് പോരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള രീതിയിൽ വേണം കാണാൻ. ഇൻവെസ്റ്റ്മെന്റ് എന്ന അസറ്റ് ബിൽഡിംഗ്. ഇപ്പൊ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റുന്ന വിത്തുകൾ ഇട്ട് വെക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യത്തെ 1, 2, 3 കൊല്ലം ചെയ്യാം. ഒരുപാട് വിത്തുകൾ ഇട്ട് വെക്കും. ഈ വിത്തുകളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആ മരങ്ങളിൽ നിന്ന് എത്ര പഴങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അത് നമുക്ക് മാത്രമാണോ? അല്ല, നമ്മുടെ തലമുറകൾക്ക് വരെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാനും കഴിക്കാനും സാധിക്കുന്ന ഒരുപാട് ഫലങ്ങൾ, അല്ലെ? എല്ലാവരും തെങ്ങ് തൈ നട്ടാല് അടുത്ത വർഷം തന്നെ തേങ്ങ വേണം നമ്മൾ പ്രതീക്ഷിക്കുകയോ? ഇല്ല. സാധാരണ ഒരു 10 വർഷം, 15 വർഷം കഴിയുമ്പോഴാണ് ഒരു തെങ്ങ് കായകൾ വരുന്നത്, അല്ലെ? ഇപ്പൊ പുതിയ തെങ്ങുകൾ 4-5 വർഷം കൊണ്ട് കായ്ക്കാം എങ്കിൽ കൂടി, അതിനും വേണം എന്ത്, 4-5 വർഷം വേണം, അല്ല? അപ്പൊ ഇതൊരു വലിയ ബിസിനസ്സാണ്. വലിയ ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് വേണം? നമുക്ക് ക്ഷമ വേണം. ചെറിയ നേരത്തെ പറഞ്ഞ പോലെ തട്ടിമുട്ടി ജീവിച്ചു പോകാനാണെങ്കിൽ ഒരാളും ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ, വലിയ ആഗ്രഹങ്ങളുണ്ടോ, വലിയ നേട്ടങ്ങളിലേക്ക് എത്തണമെന്നുണ്ടോ, അവർ മാത്രം ഡയറക്ട് സെല്ലിംഗ് സീരിയസ് ആയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ മേഖല എന്താണോ ആ മേഖലയിൽ പോയാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിച്ച് സുഖമായിട്ട് ജീവിച്ചു പോവാം. പക്ഷേ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കണം, ഈ ലോകത്തൊരു മാറ്റം ഉണ്ടാക്കണം, ഒരുപാട് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കണം, ഒരുപാട് പേരെ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വർക്ക് പോലും, അല്ലെങ്കിൽ ഒരു ഇഫേർട്ട് പോലും വെറുതെ ആവില്ല. ഇതെല്ലാം നാളെ മറ്റന്നാള്, ഇന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്ലാൻ പറഞ്ഞ ഒരാള് നാളെ വന്നോളന്നില്ല. പക്ഷേ അയാൾ അടുത്ത ഒരു മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ 6 മാസത്തിലോ 1 വർഷത്തിനുള്ളിലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് തിരിച്ചറിവുണ്ടാവാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അവസരം അവരിലേക്ക് എത്തിക്കുക, നിങ്ങൾ മുഖാന്തരം എത്തിക്കുക. നമ്മുടെ ഒരു ടൂൾ അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായയാണ്, അല്ലെ? ഈ വായ തുറക്കാതെ ഒരാളോട് പറയാതെ ഈ ബിസിനസ് ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ, നമുക്ക് എന്താ, ഒരാൾക്ക് ശമ്പളം കൊടുക്കണ്ട, കറണ്ട് ബില്ല് അടക്കണ്ട, റെന്റ് കൊടുക്കണ്ട, ഒന്നുമില്ല. നിങ്ങൾ സാധാരണ ഒരു ബിസിനസ്സുകാരനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എത്ര ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർ വലിയ ബിസിനസ് തുടങ്ങുന്നത്, അല്ലെ? ആ ലക്ഷങ്ങളും കോടികളും അവർക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റോ കടയോ തുടങ്ങുന്ന ഒരാളാന്ന് വിചാരിക്കാം. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ആ 5 ലക്ഷം 10 ലക്ഷം അവർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ വിറ്റിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ആ മുടക്കിയ മുതൽ അവരുടെ കൈകളിലേക്ക് വരും.
അതിനുശേഷമാണ് എന്ത് വരുന്നത്? ലാഭം വരുന്നത്. അപ്പൊ അത്രയും കാലത്തെ ഷോപ്പിന്റെ റെന്റ്, കറണ്ട് ബില്ല്, ജോലിക്കാരുടെ ശമ്പളം എന്തെല്ലാം കൊടുക്കുന്നുണ്ടാവരും അല്ലെ? ബിസിനസ്സുകാർ സാധാരണ അങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ ആദ്യം പണം മുടക്കണം. ഇവിടെ പക്ഷെ എന്താ, ആദ്യം നമുക്ക് പണം മുടക്കണ്ട. ഇവിടെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഇതിനു വേണ്ട സിസ്റ്റത്തിന്റെയും ട്രെയിനിങ്ങളുടെയും ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ പുതിയ വന്ന എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത് ഒരു ബിസിനസ്സാണ്, അല്ലാതെ വെറുതെ ഒരു ജോലിയല്ല. ഇത്രയും കാലം നിങ്ങൾ ചെയ്ത പോലത്തെ ഒരു ജോലിയല്ല, ഇതൊരു ബിസിനസ് അവസരമാണ്. വലിയ ബിസിനസ്സുകളൊക്കെ പറഞ്ഞാൽ എന്താണ്? തലമുറകളിലേക്ക് നമ്മളുടെ വലിയ വരുമാനത്തെയും നമ്മുടെ വലിയ സാമ്രാജ്യത്തെയും കൈമാറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആ അവസരത്തിലേക്ക് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പൊ അത് സിസ്റ്റത്തിന്റെ ഒരു റിസൾട്ടാണ്. സിസ്റ്റം, നമ്മുടെ ലീഡേഴ്സ് എല്ലാം വിജയിച്ചിട്ടുള്ള ആളുകൾ അല്ലെ. ഇന്നിപ്പം ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന, ഡയറക്ഷനിലൂടെ വരുമാനം മേടിക്കുന്ന ഒരാൾ മുബീൻ മുഹമ്മദ് എന്ന് പറയാം അല്ലെ. നമ്മളുടെ എല്ലാം ക്രൗൺ ഡയമണ്ട് ലീഡറാണ് അദ്ദേഹം. 2013 മുതൽ അല്ലെ, ഇപ്പം 10-12 വർഷക്കാലം കൊണ്ട് മൈലേജ് സ്റ്റൈലിലൂടെ മാസം ഏകദേശം 1 കോടിക്കടുത്ത് രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ വേറെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ എത്താൻ പറ്റുന്ന വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞാനൊക്കെ സ്വപ്നം കാണുന്ന ഒരു ക്രൗൺ അംബാസിഡർ എന്നുള്ള ഒരു പോസ്റ്റാണ് അല്ലെ. ക്രൗൺ അംബാസിഡർ എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ ഉയർന്ന പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ സ്വപ്നം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഏറ്റവും വലുതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. എന്തിനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് ലിമിറ്റ് വെക്കുന്നത്. നിങ്ങൾ വലുതായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള സാഹചര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതെല്ലാം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓരോരുത്തരും എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം തീർച്ചയായിട്ടും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് യാതൊരു ഉറപ്പില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യേണ്ട എന്താണ്? സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ഏതായാലും ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതൽ സമയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 7 മണി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയും പോരെ സാറേ? അപ്പോ ഇന്ന് എന്നെ ക്ഷണിച്ച റഷീദ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈലേജ് സ്റ്റൈൽ. താങ്ക് യു.